ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഞാൻ അങ്ങനെ ഓസ്കാറിൻ്റെ അക്വേറിയത്തിലോട്ട് പോകാണ്ട് കാർപ്പിനെ ഇടാൻ പോവാണ് ഗൈസ്. എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ലെന്ന് അറിയാം, എന്നാലും നമുക്ക് നോക്കാം. എന്തെങ്കിലും ഓസ്കാറൊക്കെ അത് ഭയങ്കര വീക്കായിട്ടിരിക്കുവാണ് ഗൈസ്. അതുകൊണ്ടൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കാർപ്പിനെ എടുത്തില്ല. ഞാൻ ഒരു കാർപ്പിനെ എടുത്തിട്ടുണ്ട്, മിൽക്കി കാർപ്പ്. ഫീമെയിലിനെ എടുത്തിട്ടുണ്ട്. അത് നല്ല, അതിന് നേരത്തെ പണ്ടൊക്കെ ഞാൻ അച്ചോടത്തിൽ കൊണ്ടിട്ട് ഇടുന്നതായിരുന്നു ഗൈസ്. അപ്പം എല്ലാം നോക്കി നടക്കുവാണ് ഗൈസ്. അതുകൊണ്ട് സക്കറൊക്കെ വേണ്ട അവിടെ മൂലക്കിരിക്കുന്നുണ്ട്. ബ്രീഡാറായ ഇതാണ് ഗൈസ്, മിൽക്കി കാർപ്പാണ് ഗൈസ്. അത് ആണ് ഓസ്കാർ അടുത്തോട്ടൊക്കെ വരുന്നു. അയ്യോ, പേടിച്ചു പോയി രണ്ടുപേരും തമ്മിൽ. ഇനി അടുത്ത കാർപ്പിനെ ഇട്ട് നോക്കാം. ഇതൊന്നും കുഴപ്പമില്ല. ഇനി ഒരു കാർപ്പിനെ ഇട്ടാണ്. അതിന് മെയിലിനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. മെയിലിനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. രണ്ടുപേരും കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ വെയിൽ ടെയിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനം വാലിന് നീളമുള്ളതിനെ ആരും ഓസ്കാറിൻ്റെ കൂടെ ഇടത്തില്ല ഗൈസ്. വാലൊക്കെ അന്നാരെ കടിച്ചു പറിച്ച് ഒരു പരിവാക്കും. ഇത് പിന്നെ ഓസ്കാർ ഇപ്പോൾ വീക്കായിട്ടിരിക്കുന്നത് കൊണ്ടാണ്, ആ ധൈര്യത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഗൈസ്. വേറെ കാർപ്പിനെ കൂടെ ഇട്ട് നോക്കാം. ഈ രണ്ട് കാർപ്പിനോട് വലിയ രോഗമൊന്നും കാണിക്കുന്നില്ല. ആ പാടെ ഈ മെയിൽ ഓസ്കാറേ ഉള്ളൂ ആരോഗ്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വീക്കായി, എല്ലാം ചത്തുപോയി. ഓർണം മാത്രം ഉണ്ട് അവിടെ മുന്നിലേക്ക്. എന്തുകൊണ്ട് ഈ ഓസ്കാറിനെ മാത്രമായിട്ട് ഞാൻ വളർത്താൻ പോവാണ് ഗൈസ്. ഇനി അടുത്ത കുറേ കഴിഞ്ഞിട്ട് ഇനിയും കുറേ ഓസ്കാറിനെ വാങ്ങിക്കുന്നുള്ളൂ. തൽക്കാലം ഈ ഓസ്കാർ ഇരിക്കട്ടെ. ഇനി അടുത്ത കാർപ്പിനെ ഇട്ട് നോക്കാം നമുക്ക്. ഒരു കാർപ്പിനെ ഈ ഒരു സാധാരണ നോർമൽ കാർപ്പിനെ അങ്ങോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതാണ്, അതാണ് എനിക്കൊരു പേടി. ഒരേടാ അടിച്ചല്ല അടിച്ചല്ലാടാ മോനെ. അടുത്ത കബൂട്ട കാർപ്പിനെ ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം വലുപ്പം വെച്ചാൽ ഓസ്കാറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെയുള്ള കബൂട്ട കാർപ്പിനെ ഒന്നും ചെയ്യത്തില്ല ഗൈസ് ഓസ്കാർ. എല്ലാ ഓസ്കാറും അല്ല, ഇതിപ്പോൾ അസുഖമുള്ള വീക്കായി ഇരിക്കുന്നത് കൊണ്ടാണ് ധൈര്യത്തോടെ ഞാൻ ഇടുന്നത്. ആണ് നോക്കുന്ന കൊടുക്കാൻ. ഏടാ എല്ലാം ചെറിയ ഇതാ കാർപ്പാണ് കഴിച്ച്. അതിന് ചിലപ്പോൾ ഷാപ്പിടുമോന്ന് നോട്ടം എടുത്തിട്ടുണ്ട്. ഒരു ദിവസം നോക്കട്ടെ, ഇത് കുറേ ദിവസം എടുത്ത് ഞാൻ ഫുഡ് സമയത്തിന് ഞാൻ ഓസ്കാറിന് കൊടുത്താൽ മതി കഴിച്ച്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കാർപ്പിനെയൊക്കെ ഒരുമിച്ചിടാൻ പറ്റും ഓസ്കാറിൻ്റെ കൂടെ ധൈര്യമായിട്ട്. അതിപ്പോൾ എല്ലാം ഒരുമിച്ചിരിക്കുന്നുണ്ട് കാർപ്പ്. ഇനി ഈ pH-ആയിട്ട് യോജിക്കണം ആ കാർപ്പിന്. ഇപ്പം പമ്മി പേടിച്ചിരിക്കുവാണ് ഗൈസ്. ഇതിപ്പോൾ നാളെയൊക്കെ ആകുമ്പോൾ ഓടി നടക്കും ഗൈസ്. ഞാൻ അടുത്ത കാർപ്പിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് മെയിൽ കബൂട്ടോ. ആദ്യം ഇട്ടത് ഫീമെയിലായിരുന്നു. പിന്നെ ആ രണ്ട് കാർപ്പ് ഫീമെയിലാണ് ഗൈസ്. ആ നീല കളറിലെ ഒരു റെഡ് ഡോട്ടുള്ള ചെകിളകളോടെ ആണ്. അത് ഞാനിപ്പോൾ ഇട്ടത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ കാർപ്പാണ് ഗൈസ്. ഒറിജിനൽ ബട്ടർഫ്ലൈ ബ്രീഡല്ല, ഇത് ക്രോസ് ബ്രീഡാണ്. ഒറിജിനലൊക്കെ ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഞാൻ തൽക്കാലം ഒരു ക്രോസ് ബ്രീഡിനാണ്. വാല് കണ്ടോ, ബ്ലാക്ക് കളറിലെ. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ വാൾപേപ്പർ പിക്ചർ ബ്ലാക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് ആ എടുപ്പില്ലാത്തത്. മിൽക്കി കാർപ്പ് മാത്രമേ ഉള്ളൂ എടുപ്പുള്ളൂ, അതും കബൂട്ടയും. ബാക്കിയെല്ലാം മറ്റേ നല്ലതായിരുന്നു. വാല് ബ്ലാക്ക് ആയിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ആയിക്കൊണ്ട് എടുപ്പില്ലാത്തതാണ് ഗൈസ്. അത് വലുതായിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. ആ ഓസ്കാർ കൊടുക്കുന്ന വേണ്ടി നിൽക്കുന്നു. നേട്ടം ഇട്ടേക്കുക, ഒന്നും പിടിക്കില്ല. ഇത് വീക്കായിട്ട് ഇത് നാളെ ചാവും. ഏകദേശം തീരുമാനമായി ആ ഫീമെയിൽ. ഇപ്പം മെയിൽ മാത്രമേ ഉള്ളൂ. അയ്യോ, അത് കാർപ്പൊക്കെ അതിൻ്റെ കൂട്ടം വന്നപ്പോൾ കൊണ്ട് ഓടി നടക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ ഓസ്കാർ നടക്കേണ്ടതാണ് ഗൈസ്. ഈ അങ്ങനെ ആരും ഇപ്പോൾ പേരില്ലാതെ കൊടുക്കുന്നതിന് നിൽക്കുന്നു. അയ്യോ, ഉള്ള പേരിനെല്ലാം തന്നെ കടിച്ചു പറിച്ച് അസുഖം പിടിപ്പിച്ച് എല്ലാവരും പരിപാടിയിട്ടുണ്ട് ഗൈസ്. കബൂട്ടക്കാർപ്പ് നടക്കുന്നുണ്ട് ഗൈസ്. ഓടി നല്ല വലുപ്പം വെച്ച് കഴിഞ്ഞാൽ നല്ല വില കിട്ടും ഗൈസ് കബൂട്ടക്കാർപ്പ്. ഈ കിടക്കുന്ന കാർപ്പിനേക്കാളുള്ള ഏറ്റവും വില കൂടിയ കാർപ്പ് കബൂട്ടക്കാർപ്പാണ് ഗൈസ്. ഇതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട കാർപ്പ്. ഇതും കബൂട്ടയാണ് ഗൈസ്. ബട്ടർഫ്ലൈ കബൂട്ടക്കാർപ്പ് അടിപൊളിയാണ് ഗൈസ്. വലുതായി കഴിഞ്ഞാൽ നല്ല രസമുണ്ട് രണ്ടുപേരെ കാണാൻ. ഓസ്കാർ ഒരു ദിവസം ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല.
ഹെൽത്ത് അത്ര മോശമായിട്ടിരിക്കുന്നതായിക്കൊണ്ടാണ് ഗൈസ്. അയ്യോ ഇപ്പം കറണ്ട് പോകും ഗൈസ്. കറണ്ട് പോയാൽ കഴിഞ്ഞു. എന്തോ പറ്റുമെന്ന് നോക്കാം കറണ്ട് പോയിക്കുന്നത്. ഗൈസ് കറണ്ട് പോയി ഗൈസ്. ഓസ്കാറിൻ്റെ ഇപ്പോഴാണ് കണ്ടോ അനങ്ങുന്നത്. ഓസ്കാറിൻ്റെ മുഖത്തോട്ട് ഈ ഇതില്ലേ വെട്ടമടിച്ചതും കൊണ്ടാണ് അനങ്ങായിരുന്നു. അതിപ്പോൾ അനങ്ങുന്നു. കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പം അവൻ കാണാം നല്ല പോലെ വിഷയിലൊക്കെ. അതുകൊണ്ട് ഓസ്കാർ പൊങ്ങുന്നു. അയ്യോ പണിപാളി ഓടാം കാപ്പാതൊക്കെ. ഒറ്റ രാത്രി കടിച്ച് പറിച്ച് കൊല്ലുവാന്ന് എനിക്ക് സംശയം. പൊങ്ങി നടക്കുന്നു. ഇപ്പം ലൈറ്റില്ല, ലൈറ്റ് അക്വരത്തിലെ പോയത് കൊണ്ടാണ് കേസ് ഓടി നടക്കുന്ന ഓസ്കാർ. മുമ്പേ കണ്ണിലോട്ട് എപ്പോഴും വെട്ട പഠിച്ചിരിക്കുന്നതിനെ കൊണ്ട് അനങ്ങാൻ നിൽക്കുമായിരുന്നു. ഇപ്പം അതുകൊണ്ട് ഓടി നടക്കുന്നുണ്ട് മൂലക്കോട്ടൊക്കെ. താണ്ട് വെളിയിലത്തെ വിഷലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേസ് അതിന് ഓസ്കാറിന്. ഇപ്പോൾ കാർപ്പിനും അത്യാവശ്യം കാണാം, പക്ഷെ കാർപ്പിനേക്കാളും വിഷൽ നല്ലപോലെ കാണാൻ പറ്റുന്ന ഓസ്കാറിനാണ് കേസ്. അതുകൊണ്ട് കറണ്ട് വന്നു. അയ്യോ കുട്ടികൾ ഒളിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒളിച്ചിരിക്കുന്നു കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞ ഒന്ന് അല്ല, കറണ്ട് പോയപ്പോൾ അവൻ പൊങ്ങി വന്നു. അതുവരെ പേടിച്ച് ഇതുപോലെ നിൽക്കുകയായിരുന്നു കേസ്. അവൻ്റെ മുകളിലേക്ക് വന്ന് പിന്നെ ഇരിക്കുന്നു. ഇപ്പം മുഖത്ത് വെട്ടമടിച്ചത് കൊണ്ട് അവൻ്റെ വിഷയിൽ അത്ര കാണാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും കാണാം. ഈ ഓസ്കാർ ഒരു തീരുമാനമായിട്ടുണ്ട്. നാളെ ചാവും മിക്കവാറും. തൂങ്ങിപ്പോയി. അത് കാർപ്പെല്ലാം ഇപ്പോൾ പവറായിട്ടുണ്ട്. ഞാൻ കാർപ്പിനെ പെല്ലറ്റും കൊടുക്കും, പിന്നെ പ്ലാന്റൊക്കെ കൊടുക്കും ഗൈസ്. പ്ലാന്റ് അതുകൊണ്ടാണ് ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഗൈസ്. പിന്നെ വെളിയിലത്തെ പോണ്ടിലാണ് ഞാൻ കാർപ്പിനെ ഇടുന്നത്. ഇപ്പോൾ തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ വിട്ടേക്കുന്നതാണ് ഗൈസ്. എന്തുകൊണ്ട് ഇനി ഓസ്കാർ കാർപ്പിനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ഓസ്കാറിൻ്റെ കൂടെ ഞാൻ കാർപ്പിനെ അങ്ങ് ഇടും ഗൈസ്. കാർപ്പങ്ങ് നല്ല വലിപ്പം വെച്ചായിരുന്നു സമാധാനം കിട്ടിയത്. ആ തീരെ ചെറിയ കാർപ്പല്ല. ഓസ്കാർ നോക്കുന്നുണ്ട്. അയ്യോ കുടിക്കടോ. ഇടയ്ക്ക് അശ്രദ്ധ അങ്ങോട്ട് പോകുന്നുണ്ട്. അയ്യോ കയറി കടിച്ചാൽ കഴിഞ്ഞു നോക്ക്. അവൻ്റെ ഫീമെയിലിനെ എല്ലാം കൊന്നിട്ട് ഇനി കാർപ്പിനെ കഴിക്കണം. കാർപ്പിന് മീശയൊക്കെ കടിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് അത്യാവശ്യം ഞാൻ പണ്ട് ചെമ്മീനൊക്കെ കൊടുത്ത കളറാണ് കൈസ് ആ കാണുന്നത്. ഉണ്ടായിരുന്ന കളർ മൊത്തം തമ്മിൽ കടിപിടി ഉണ്ടാക്കി പോയി. ആ പടം ഇത്ര കളറേ ഉള്ളൂ. അയ്യോ ചെറിയ കളറൊക്കെ ഉണ്ട് ദേഹത്ത്. അത് പണ്ട് ഞാൻ ചെമ്മീൻ കൊടുത്തതാണ് കൈസ്. അതിൻ്റെ കളർ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ കടിപിടി ഉണ്ടാക്കി ഉള്ളതും കൂടെ പോയി. ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഗൈസ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. ബൈ ബൈ.